ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വീഡിയോ സെഷനിൽ വന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഓരോ കേസിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കേസ് ഇന്നലെ ജനുവരി 23 ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കേസ് കോടതിയിൽ പ്രത്യേകിച്ചൊന്നും കാര്യങ്ങളൊന്നും നടന്നില്ല. അഡ്ജേൺഡ് എന്ന് പറഞ്ഞ കേസ് ഇപ്പോൾ 27 ജനുവരി തിങ്കളാഴ്ചത്തേക്ക് കേസ് വീണ്ടും റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അഡ്ജേൺഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലാണ് കിടക്കുന്നത്. അപ്പോൾ അഡ്ജേൺഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു, ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുൻപത്തെ സെഷനിലൊക്കെ, പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റേജിനെയാണ്. അപ്പോൾ മേ ബി 27 ജനുവരിയിൽ മേ ബി ഹോപ്പ്ഫുള്ളി എല്ലാ ഹൈറിച്ചിലെ മെമ്പേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ എനിക്കും ഷെയർ ചെയ്യാനുള്ള മേ ബി 27 ജനുവരിയിൽ മേ ബി ഒരു ഓർഡർ ഡേറ്റ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രതീഷ് കുമാർ സാറിൻ്റെ ബെഞ്ചിൽ നിന്ന് വരട്ടെ എന്നുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഞാനും വിഷ് ചെയ്യുന്നത്. അപ്പോൾ 27 ജനുവരിയിൽ എന്തായാലും അതിൻ്റെതായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് 24 ജനുവരി ഇന്ന് ബഹുമാനപ്പെട്ട എറണാകുളം CBI സ്പെഷ്യൽ കോർട്ട് നമ്പർ 2 ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ ഇന്ന് ജസ്റ്റിസ് ശേഷാദ്രിനാഥ് സാറിൻ്റെ ബെഞ്ചിൽ നിന്ന് വന്നു. അപ്പോൾ നിർഭാഗ്യവശാൽ ഇപ്പോൾ റിമാൻഡ് കാലാവധി 21 ഫെബ്രുവരി വരെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കോടതിക്ക് അറിയാവൂ അത് ബാക്കിയുള്ള റീസൺസ്. എന്തായാലും 21 ഫെബ്രുവരി വരെ ഇപ്പോൾ റിമാൻഡ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപൻ്റെ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ കേസ് അപ്ഡേറ്റ്. മൂന്നാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പലേറ്റ് ട്രിബ്യൂണൽ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അപ്പലേറ്റ് ട്രിബ്യൂണൽ ന്യൂഡൽഹിയിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കേസ് 14 ജനുവരിയിൽ ഉണ്ടായിരുന്നു. അപ്പം സോ ഫാർ ഞാൻ കഴിഞ്ഞ വീഡിയോ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ അത് രാജേഷ് മൽഹോത്ര സാറിൻ്റെ ബെഞ്ചിലായിരുന്നു. അപ്പോൾ 14 ജനുവരിയിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അപ്പീൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് പരിഗണിച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ ഓർഡേഴ്സ് ഇതുവരെയായിട്ടും ബഹുമാനപ്പെട്ട അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അപ്ഡേറ്റ് അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കേസ് അപ്ഡേറ്റ്സ്. അപ്പം സോ ഫാർ എനിക്ക് ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായാലും ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഡർ തന്നെയാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഇപ്പോൾ പരിഗണിക്കുന്നത് 27 ജനുവരി മൺഡേ ആണ്. അപ്പോൾ എന്തായാലും ഒരു ഓർഡർ ഡേറ്റ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് രതീഷ് കുമാർ സാറിൻ്റെ ബെഞ്ചിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അത് തന്നെയാണ് എനിക്ക് എല്ലാ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോടും വിഷ് ചെയ്യാനുള്ളത്. എത്രയും പെട്ടെന്ന് നല്ലൊരു വിധി തന്നെ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ്. കാരണം വളരെയധികം സ്ട്രഗ്ലിംഗ് ഫേസിലൂടെയാണ് എല്ലാ മെമ്പേഴ്സ് ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് മനസ്സിലാക്കുന്നുണ്ട്, അതുപോലെ മനസ്സിലാവുന്നുമുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു വിധി തന്നെ ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്ന് ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ഉണ്ടാകട്ടെ. കാരണം കോടതികളുടെ ഒരു മേജർ ഇത് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനെ സെർവ് ചെയ്യാന്നുള്ളതാണല്ലോ, നാം ഏവർക്കും അറിയാവുന്ന പോലെ. അപ്പോൾ പബ്ലിക് അല്ലെങ്കിൽ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് നല്ലൊരു ഡയറക്ഷനിലേക്കുള്ള ഒരു സൊല്യൂഷൻ തന്നെ ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കേസ് അപ്ഡേറ്റ്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. So thank you very much. Take care. Bye-bye.